അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ നമ്മുടെ ലിയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിക്ക് ഒരു സമനില കുരുക്ക് അവർ നേരിട്ടിരിക്കുകയാണ്. അതായത് 2-2 എന്നുള്ള സ്കോറിനാണ് മത്സരം സമനിലയായത്. ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ടീമിനെതിരായിരുന്നു ആദ്യ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യ മത്സരത്തിൽ ലിയണൽ മെസ്സിക്കും അതുപോലെ തന്നെ ലൂയിസ് സുവാർസിനും ഗോൾസ് കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേറ്റവും ക്രൂഷ്യലായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ ഇത് ലിയണൽ ഇന്റർ മിയാമിയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു, അവരുടെ പുതിയ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ മത്സരം നടന്നത്. പക്ഷെ അവർക്ക് ആ ഒരു വിക്ടറി അവിടെ നേടാൻ സാധിച്ചിട്ടില്ല. ഇനി ഇതിൽ ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഇന്റർ മിയാമിക്ക് തന്നെയാണ് ആധിപത്യം. 19 ഷോട്ട് അടിച്ചു, അതിൽ 4 ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നിട്ടുണ്ട്. എതിർ ടീം 6 ഷോട്ടിൽ നിന്ന് 3 ഓൺ ടാർഗറ്റ് ഉള്ളൂ. പൊസിഷൻ 61% ഉണ്ട്. പിന്നെ പാസ് അക്യുറസി 90% ഉണ്ട്. പാസസ് അവർക്കാണ് കൂടുതൽ, 550 പാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കോർണേഴ്സ് അവരാണ് വിൻ ചെയ്തത്, 7 കോർണർ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ ടോട്ടൽ ഇന്റർ മിയാമിക്കാണ് ഒരു ഇത് മൊത്തത്തിലുള്ള ഒരു ആധിപത്യം കാണാൻ സാധിക്കുക. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ ആ ഒരു MLS ടേബിള് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ നിലവിൽ ഇന്റർ മിയാമിയും ലിയണൽ മെസ്സിയുടെ സംഘം 4ാം സ്ഥാനത്താണ് ഉള്ളത്. അത് എന്താന്ന് വെച്ചാൽ അവർക്ക് 11 പോയിന്റ്സ് ആണ് അവർക്ക് നിലവിലുള്ളത്. അതിൽ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തൊക്കെ ഉള്ള ടീമിന് 11 പോയിന്റ് ആണ്. പക്ഷെ ഗോൾ ഡിഫറൻസിൽ അവർ 4ാം സ്ഥാനത്താണ് നിലവിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒരു മത്സരം ജയിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ ക്രൂഷ്യലായിട്ട് അവർക്ക് ഒരു 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനത്തൊക്കെ എത്താൻ പറ്റിയിരുന്നു. ബട്ട് നമുക്ക് ഫുട്ബോളാണ്, മിറാക്കിൾസ് സംഭവിക്കും. ഇന്റർ മിയാമിക്കും ആ ഒരു ക്രൂഷ്യൽ ഗെയിമിൽ വിജയിക്കാൻ സാധിച്ചില്ല. ബാക്കിയുള്ള ടീമുകളൊക്കെ ഒരു ഡ്രോ ആയിരിക്കുന്ന സമയത്ത് ഇന്റർ മിയാമിക്ക് ഒരു മത്സരം ജയിച്ചതെങ്കിൽ 11 പോയിന്റ് ആണല്ലോ, 12, 13, 14 ഈസി ആയിട്ട് ഫസ്റ്റ് കയറാം. ഏറ്റവും ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളവർക്ക് 13 പോയിന്റ് ഉള്ളൂ. അപ്പൊ വീണ്ടും ആ ലീഗ് ഡേറ്റിൽ അടിക്കാൻ അവർക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താമായിരുന്നു. പക്ഷെ 6 ഗെയിംസുകൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് മത്സരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു മത്സരം നിങ്ങൾ കണ്ടവരാണെങ്കിൽ തീർച്ചയായും അഭിപ്രായം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കോണ്ടന്റ്സ് കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.